മക്ബറകളിൽ കിടക്കുന്ന മഹാന്മാരെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു? അവരെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. സാമീപ്യം സിദ്ധിച്ചവരെക്കുറിച്ച് പറയുന്ന നിരവധി ആയത്തുകൾ തന്നെയുണ്ട്. മൂസാ നബിയോടും മുഹമ്മദ് നബിയോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആനിൽ വേറെയും എത്രയോ നബിമാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. എൻ്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും താങ്കൾ കണ്ടെത്തുകയില്ല എന്ന് പറയുന്ന ആയത്തും ഖുർആനിലുണ്ട്. ഖുർആൻ പറയുന്നു, ഞാൻ എൻ്റെ ദാസന്മാരുടെ മേൽ പരമാധികാരിയാണ്. മറ്റാർക്കും തന്നെ അവൻ്റെ ദാസന്മാരുടെ മേൽ ഒരധികാരവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നബി പഠിപ്പിച്ചത്. തൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും സമ്പത്തിനേക്കാളും മറ്റെല്ലാറ്റിനേക്കാളും ഉപരി നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസി ആവുക ഇല്ല. മഹാന്മാരായ ആളുകൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് സ്നേഹിച്ച പോലെ മഹാന്മാരായ പല മക്ബറകളിൽ കിടക്കുന്നവരും അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നും അവർക്ക് ഓർമ്മയേ ഇല്ല. ഇതാകും അവരുടെ അവസ്ഥ. അള്ളാഹുവിനോടുള്ള പ്രേമം മൂത്ത് മടവൂർ ഷെയ്ഖ് ഭാര്യയെ മൊഴി ചൊല്ലിയത് റാബിയത്തുൽ അദവിയ അള്ളാഹുവിനെ സ്നേഹിച്ചത് കാരണം വിവാഹം പോലും കഴിച്ചില്ല. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം എൻ്റെ സ്നേഹിതൻ ആണ്. ഇതുപോലെ അതിരുകളില്ലാത്ത സ്നേഹത്തിലാണ് സാമീപ്യം നേടിയ മഹാന്മാർ. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞില്ലേ, സ്വർഗത്തിന് വേണ്ടിയല്ല ഞാൻ ആരാധിക്കുന്നത്, നരകത്തെ പേടിച്ചിട്ടുമല്ല. ഇങ്ങനെയായ ദാസന്മാരുടെ മേൽ അള്ളാഹു പരമാധികാരിയാവും. ഈ അവസ്ഥയിൽ എത്തിയ അവരുടെ മേൽ അള്ളാഹു അവരുടെ കയ്യാവും കാലാവും അവരുടെ നാവും ആകും. എന്നിട്ട് പറയും, അന അള്ളാഹ്, ഞാൻ അള്ളാഹു ആണെന്ന്. കേൾക്കുന്നവർ വിചാരിക്കും തനി ശിർക്ക് ആണെന്ന്. അതല്ല ശിർക്ക്. അള്ളാഹു അവൻ്റെ ദാസന്റെ മേൽ പരമാധികാരി ആകും എന്ന് പറയുന്നു. മക്ബറ കെട്ടിപ്പൊന്തിക്കാൻ പറഞ്ഞ ആയത്ത് 18-21 സൂറ അൽ കഹ്ഫിൽ ഗുഹാനിവാസികളെ കണ്ടെത്താൻ നാം അവസരം നൽകി. അവരന്യോന്യം ഗുഹാനിവാസികളുടെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു, നിങ്ങൾ അവരുടെ സ്മരണയ്ക്കായി ഒരു കെട്ടിടം നിർമ്മിക്കുക. അവരെ കുറിച്ച് നന്നായി അറിയുന്നവനത്രേ അവരുടെ നാഥൻ. പ്രബലത നേടിയവർ പറഞ്ഞു, നിശ്ചയം നാം അവരുടെ മേൽ ഒരു പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു മക്ബറയും ഒരു പള്ളിയും അവിടെ നിർമ്മിച്ചു. ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് കാണാം. മക്ബറ സന്ദർശിക്കാൻ പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്. പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. നിങ്ങൾ മക്ബറകൾ സന്ദർശിക്കുന്നത് വരെ സിയാറത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറിക്കിട്ടും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അണുമണി തൂക്കം അഹങ്കാരം ഉള്ളവൻ രക്ഷപ്പെടില്ല എന്ന് വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. 254 പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചവരെ കുറിച്ച് അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. ആയത്തും ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ് എന്ന ആയത്തും ഖുർആനിലുണ്ട്. ഈ അവസ്ഥയിൽ എത്തിയ മഹാന്മാരെ കുറിച്ച് ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഉൾബോധനം നൽകും. അവരാണ് ബദരീങ്ങളെ, മുഹദ്ദീൻ ഷെയ്ഖ്, മടവൂർ ഷെയ്ഖ്,
മമ്പറും തങ്ങളെ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ആ വിളി ശിർക്കാവുന്നില്ല? അവരുടെ ഹൃദയം അള്ളാഹുവിന്റെ സിംഹാസനം ആണ്. ചില വിവരമില്ലാത്തവർ പറയാറുണ്ട് അള്ളാഹുവും ആയി ലയിച്ചു ചേരുമെന്ന്. അള്ളാഹുവുമായിട്ട് ആർക്കും ലയിച്ചു ചേരാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവുമായി അടുക്കാൻ സാധിക്കും. അമ്പും വില്ലും വലിച്ചു പിടിച്ചാൽ എത്രയെ അടുക്കുമോ അത്രയും അടുക്കാം. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടി ആവുകയില്ല, സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവും ആവുകയില്ല.